ജനാധിപത്യപരമായി സമരം ചെയ്തതിന് ഒരു യുവ നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന രീതിയാകട്ടെ ഒരു തീവ്രവാദി എന്നോണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് അതിക്രമിച്ചു കയറി വീട് പോലീസ് വളയുകയാണ് ഉണ്ടായത്. ശേഷം തന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. ഇത് എന്ത് നീതിയാണ്? ഒരു വശത്ത് പോലീസിന്റെയും മുഖ്യമന്ത്രിയുടെയും മുന്നിൽ വെച്ച് ചെടിച്ചട്ടിയും ഹെൽമറ്റും ഉപയോഗിച്ച് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുമ്പോൾ മുഖ്യമന്ത്രി അത് കണ്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ജനാധിപത്യപരമായ രീതിയിൽ മാത്രം സമരം ചെയ്ത ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ രീതിയാണ് ഈ കാണുന്നത്. ഇതിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുമുണ്ട്. രാഹുലിനെ അറസ്റ്റ് ചെയ്തതാകട്ടെ വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടിയും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ 3 കേസുകളായിരുന്നു രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഈ 3 കേസുകളും പോലീസ് ഒരുമിച്ച് രജിസ്റ്റർ ചെയ്തിട്ടില്ല. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ 3 കേസുകളിൽ ഒരു കേസിൽ മാത്രം രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു. ശേഷം അദ്ദേഹം പുറത്തിറങ്ങും എന്ന ഘട്ടം വരുമ്പോൾ മറ്റ് 2 കേസുകൾ കൂടി അദ്ദേഹത്തിന്റെ മേൽ ചുമത്തുന്നു. ഇതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. രാഹുലിനെ ജയിലിൽ തന്നെ കിടത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി മനഃപൂർവ്വം ചെയ്തതാണ്. ഒടുവിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ 8 ദിവസത്തിന് ശേഷമാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത്. അതും ഉപാധികളോടെ. 25,000 രൂപ കെട്ടിവെക്കുകയും എല്ലാ ചൊവ്വാഴ്ചയും പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടുകയും ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം. യാതൊരുവിധ അക്രമങ്ങളും അഴിച്ചുവിടാതെ ജനാധിപത്യപരമായ രീതിയിൽ മാത്രം സമരം ചെയ്ത ഒരാളെ അറസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം വ്യക്തിപരമായ വിദ്വേഷത്തിന്റെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ഉപാധികളോടെ വിട്ടയക്കുകയും ചെയ്യുന്നു. അതേസമയം സർക്കാരിന്റെ ഗുണ്ടകളായിട്ടുള്ള പോലീസുകാർ ചെയ്തതിനോടും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർ കാണിച്ചതിനോടും സർക്കാർ മുഖം തിരിക്കുന്ന നിലപാടാണ് കാണുന്നത്. തന്നെ ഇരുമ്പഴിക്കുള്ളിലാക്കിയതിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഒരു കറുത്ത കഷ്ണം തുണി കൊണ്ട് തികച്ചും ജനാധിപത്യപരമായ ഒരു സമരം നടത്തിയതിന്റെ പേരിൽ അതിക്രൂരമായിട്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തകരെ കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ മർദ്ദിച്ചത്. 100 കണക്കിന് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. നിരവധി സഹപ്രവർത്തകർക്കെതിരായിട്ട് കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാത്ത തരത്തിലുള്ള കള്ളക്കേസുകൾ ഫ്രെയിം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എത്ര ഇടങ്ങളിലാണ് പെൺകുട്ടികളായിട്ടുള്ള സമര പോരാളികളുടെ വസ്ത്രം ബോധപൂർവം പോലീസ് വലിച്ചു കീറുന്ന സാഹചര്യമുണ്ടായത്. പെൺകുട്ടികളുടെ തലമുടിയിൽ ബൂട്ടുകൊണ്ട് ചവിട്ടി തെരുവിലൂടെ അവരെ വലിച്ചിഴയ്ക്കുന്ന സാഹചര്യമുണ്ടായി. ഞാൻ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകർ ഈ സർക്കാർ എടുത്ത കേസുകളുടെ പേരിൽ ജനാധിപത്യപരമായ സമരം ചെയ്തതിന്റെ പേരിൽ ഇരുമ്പഴിക്കുള്ളിലാകുന്ന സാഹചര്യമുണ്ടായി. ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചും ഹെൽമറ്റ് വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചും കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച ഗുണ്ടാ സംഘത്തിന് ജീവൻ രക്ഷാ സേന എന്ന പേര് നൽകിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അക്രമത്തിന്റെ രക്ഷകർത്താവായി മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടു. കോടതി പോലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം FIR രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ പോലീസിലെ ഗുണ്ടാ പടയാളികൾക്ക് ഗുഡ് സർവീസ് എൻട്രി മുഖ്യമന്ത്രി നേരിട്ട് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. സമരം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ മാത്രം നിരവധി മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് ഗൂഢാലോചന കേസുകൾ എടുക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു ചെറിയ എതിർശബ്ദത്തെ പോലും ഇത്ര ക്രൂരമായും രൂക്ഷമായും അടിച്ചമർത്തുന്ന ഈ പ്രവണതയെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നല്ലാതെ വേറെ എന്തെങ്കിലും വിളിക്കാൻ നമുക്ക് കിട്ടും. അങ്ങനെ ഈ അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നവകേരള സദസ്സ് എന്നൊരു ദൂർത്ത് ബസ് ഈ കേരളത്തിന്റെ പൊതുവീതിയിലൂടെ ഓടിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇത്രയൊക്കെ ഉരുക്കുമുഷ്ടി കൊണ്ട് സമരത്തെ അമർച്ച ചെയ്യുവാൻ ശ്രമിച്ചിട്ടും ഞങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, സർക്കാർ ഈ അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് കൂടി ഈ നവകേരള സദസ്സ് എന്ന ദൂർത്ത് വണ്ടി കൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹം എന്ത് നേടി എന്ന് വിശദീകരിക്കുവാൻ ഈ സർക്കാർ തയ്യാറാകണം. ഞാനടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ
ജയിലിൽ കിടക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? നമ്മുടെ നാട്ടിൽ ഈ ധൂർത്തിന്റെ വണ്ടി അതിരാവിലെ ഓടുമ്പോഴാണ് 5 മാസത്തിലധികമായി നമ്മുടെ നാട്ടിലെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മുടക്കം വരുന്ന സാഹചര്യം ഉണ്ടായത്. കർഷകാത്മഹത്യകൾ തുടർക്കഥയായി മാറുന്ന സാഹചര്യമുണ്ടായി. വിലക്കയറ്റം ദൈനംദിന വാർത്തയായി മാറി. സപ്ലൈകോയിലൂടെയും മറ്റും ലഭിക്കുന്ന സബ്സിഡി ഐറ്റങ്ങൾക്ക് പോലും ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള വിലക്കയറ്റമുണ്ടായി. സർക്കാർ നൽകുന്ന ഓരോ സേവനത്തിൻ്റെയും ഫീസ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. കറണ്ട് ചാർജ്, വെള്ള ചാർജ് എന്നു വേണ്ട അത്തരത്തിലുള്ള എല്ലാ സേവനങ്ങൾക്കും സർക്കാർ നികുതിയോ ചാർജോ വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാനത്ത് ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്നും ഇത്തരത്തിൽ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ സൃഷ്ടിക്കുന്നത് നവകേരള എന്ന ധൂർത്ത് ബസ് കേരളത്തിലൂടെ ഓടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട്. നവകേരളയുടെ ബസ് കേരളത്തിലൂടെ ഓടിക്കുന്നതുകൊണ്ട്, ഇത്തരം പരിപാടികൾ നടത്തുന്നതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. ഇതിന് സർക്കാരിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? MV ഗോവിന്ദൻ മാസ്റ്റർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വക്കീൽ നോട്ടീസ് അയക്കുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, താൻ ചെയ്തത് തെറ്റാണെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാണെന്ന്. അതേസമയം MV ഗോവിന്ദൻ മാസ്റ്റർ അതിൽ കുറ്റക്കാരനാണെന്ന് തെളിയുകയാണെങ്കിൽ അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാണോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട്.